മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 91 പറയുന്നത് പോലെ തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുകയും തൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയവും നൽകുന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാലത്ത് നഴ്സിംഗ് എന്ന പ്രൊഫഷനെ വളരെ താഴ്ന്ന നിലവാരത്തോടെയാണ് എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവരും നഴ്സിനെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലരും ചെന്നെത്തപ്പെട്ടത് നഴ്സുമാരിലൂടെയാണ്. അതുവഴി തന്നെ നഴ്സിംഗ് എന്ന പ്രൊഫഷനെ ദൈവം എത്രത്തോളം അനുഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ധനസമ്പാദനത്തിനപ്പുറത്ത് നഴ്സുമാർക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് നേഴ്സസ് ടൈമിൻ്റെ ആദ്യ എപ്പിസോഡ് മുതലേ നമ്മൾ കണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ക്ലിനിക്കിലേക്ക് കടന്നു വന്ന ഒരു പേഷ്യൻ്റ് താൻ താമസിച്ചിരുന്ന വീടും സൗകര്യങ്ങളും കത്തിക്കരിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രമായി രോഗാവസ്ഥയിൽ ഡോക്ടറെ കാണാൻ വന്നതാണ്. ഡോക്ടർ പരിശോധിച്ച് മരുന്ന് നൽകി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ദൈവസ്നേഹം നിറഞ്ഞു നിന്ന ഒരു നഴ്സ് എന്താണ് ചെയ്തതെന്നറിയാമോ? ആ രോഗിയോട് അല്പനേരം വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ തൻ്റെ ഭർത്താവിനെ ഫോൺ വിളിച്ച് അത്യാവശ്യമായി കുറച്ച് ഡ്രസ്സും പണവും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ ആ ഡ്രസ്സും പണവും കൊടുത്ത് ആ രോഗിയെ യാത്രയാക്കി. ഇതാണ് 1 മൈൽ ദൂരം നടക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ ദൂരം നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്കും ഒഴുകണമെങ്കിൽ ഓരോ നഴ്സുമാരുടെ ഹൃദയങ്ങളിലും സ്നേഹവും സമാധാനവും നിറയണം. ഇന്നിതാ ഇവിടെ കർത്താവിൻ്റെ സ്നേഹം ലോകം മുഴുവനിലുമുള്ള നഴ്സുമാരിലേക്ക് ഒഴുകുവാനായിട്ട് അലൈൻ നഴ്സസ് മിനിസ്ട്രി സഹോദരങ്ങൾ ഹൃദയം നൊന്ത് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കും അതിൽ പങ്കുചേരാം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ളവർ, കടബാധ്യതയിലുള്ളവർ, ജയിലിലുള്ളവർ, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും പ്രാർത്ഥന നമ്മുടെ കർത്താവായ ദൈവം കേൾക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം, എന്നീശോ എൻ മുന്നിൽ വന്നപ്പോ ഞാൻ കൊതിച്ചോരാനന്ദം, സ്വർഗം തന്നോരാനന്ദം. എന്നീശോ എൻ മുന്നിൽ വന്നപ്പോ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. ഓ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം, എന്നീശോ എൻ മുന്നിൽ വന്നപ്പോ ഞാൻ കൊതിച്ചോരാനന്ദം,
സ്വർഗം തന്നോരാനന്ദം. എന്നീശോ എൻ മുന്നിൽ വന്നപ്പോ എന്തോരാനന്ദം, എനിക്കെന്തോരാനന്ദം. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ, ആരാധന. ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്ന് അരുളി ചെയ്ത ഈശോ എന്നും നമ്മോടൊപ്പമായിരിക്കുവാൻ വേണ്ടി ഒരപ്പമായി ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ ഈശോയുടെ തിരുസാന്നിധ്യമാണ് ഈ തിരുവോസ്തിയിൽ നാം കാണുന്നത്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 3-ാം തിരുവചനം നമ്മോട് പറയുന്നു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. ഈശോയോടൊപ്പം വസിക്കുവാനായി അവിടുന്ന് നമുക്ക് കനിഞ്ഞു തന്ന നല്ല നിമിഷങ്ങളാണ് ഈ ആരാധനയുടെ നിമിഷങ്ങൾ. നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുവാൻ അവിടുന്ന് നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ഈ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അവിടുന്ന് നമുക്കായി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനായി നമുക്ക് നമ്മെ ഓരോരുത്തരെയും ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. അവിടുന്ന് നമുക്ക് നൽകിയതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമുക്കുള്ളതെല്ലാം നമ്മുടെ കഴിവുകളും കുറവുകളും ദുഃഖങ്ങളും രോഗങ്ങളുമെല്ലാം അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചതുപോലെ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും. ഇതോടൊപ്പം ഈ ലോകമെമ്പാടും നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന 2 കോടിയോളം വരുന്ന നേഴ്സുമാരെയും അവരിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും ജോലി സ്ഥലങ്ങളിൽ പീഡനം അനുഭവിക്കുന്നവരെയും രോഗങ്ങളാലെ വേദനിക്കുന്നവരെയും കടബാധ്യതകളാലെ തകർന്നവരെയും കുടുംബ സമാധാനമില്ലാത്തവരെയും കുഞ്ഞുങ്ങളില്ലാത്തവരെയും അങ്ങനെ നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈശോയ്ക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കന്യക മറിയത്തോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവായ ദൈവത്തിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്ക് ആരാധന. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. സ്നേഹനാഥ, അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആതുര ശുശ്രൂഷ രംഗത്ത് അങ്ങയുടെ കൈകളും കാലുകളുമായി മാറുവാനായി ഒരു നേഴ്സായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നേഴ്സിംഗ് ഒരു ജോലി എന്നതിലുപരി ഒരു വിളിയാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ അവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുവാനായി നിന്റെ സ്നേഹവും കരുണയും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളിൽ ക്രിസ്തു രൂപം പ്രാപിക്കുവാനായി നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ അനുദിനം നവീകരിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിയമാവർത്തന ഗ്രന്ഥം 6-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സ്വന്തം വിശുദ്ധ ജനമാകേണ്ടതിന്, അങ്ങയുടെ രോഗശാന്തി ശുശ്രൂഷയിൽ ഭാഗമാകേണ്ടതിന് അവിടുന്ന് രൂപീകരിച്ച ഈ നേഴ്സസ് മിനിസ്ട്രിയെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഓരോ നേഴ്സും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും അവരിൽ ക്രിസ്തു രൂപം പ്രാപിക്കുവാനും അങ്ങനെ വിശുദ്ധരാകുവാനും വേണ്ടി അങ്ങ് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ സോദരിൽ നിന്നെ കാണുവാ ആത്മാവിൽ ഫലങ്ങൾ നിറയുന്നു. എൻ സോദരിൽ നിന്നെ കാണുവാ ആത്മാവിൽ ഫലങ്ങൾ നിറയുന്നു. ആ ഫലമെന്നിലൂടൊഴുകട്ടെ, എന്തോരാനന്ദം എനിക്കെന്തോരാനന്ദം. ആ ഫലമെന്നിലൂടൊഴുകട്ടെ, എന്തോരാനന്ദം എനിക്കെന്തോരാനന്ദം. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ ആരാധന. ഓ എൻ്റെ സ്നേഹമേ, ഓ എൻ്റെ ജീവനേ, ഓ എൻ്റെ നാഥനേ ആരാധന. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. വിളിക്കും മുൻപേ ഞാൻ നിനക്കുത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്ത തമ്പുരാന്റെ മുൻപിൽ നമ്മളുടെ യാചനകളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ,
യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ യാചന നൽകണമേ. കർത്താവേ യാചന നൽകണമേ. അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മുന്നിലായിരിക്കുന്ന സ്നേഹീശോയെ, ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും കഷ്ടതകളും സഹനങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജോലി മേഖലയിൽ ഒത്തിരിയേറെ കഷ്ടതകളിലൂടെയും സഹനത്തിലൂടെയും കടന്നു പോകുന്ന നഴ്സുമാരുണ്ട് ഈശോയെ. അവരെയെല്ലാം ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളും സഹനങ്ങളും പലപ്പോഴും ഞങ്ങളെ മാനസികവും ശാരീരികവുമായി വിഷമിപ്പിക്കുന്ന അവസ്ഥകൾ, മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഞങ്ങൾ നേരിടേണ്ടി വരുന്ന സഹനങ്ങൾ, കുടുംബജീവിതവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങൾ, ഓടി ഓടി തളരുന്ന ഞങ്ങളുടെ കാലുകൾ, ശരീരം, മനസ്സ് എല്ലാം ഈശോയെ അങ്ങയുടെ തിരുമുറിവിനോട് ചേർത്ത് വയ്ക്കുന്നു. റോമ 5:4 അങ്ങ് ഇപ്രകാരം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ: കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന്. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ഈശോയെ അങ്ങയെ പ്രതി സന്തോഷത്തോടെ സഹിക്കുമ്പോൾ അതെല്ലാം ഞങ്ങളെ പ്രത്യാശയിലേക്ക് വളർത്തുന്നുവെന്ന് പഠിപ്പിച്ച പൊന്നീശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴിയായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹം ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലേക്കും, ഞങ്ങളുടെ മേലധികാരികളിലേക്കും, സഹപ്രവർത്തകരിലേക്കും, 2 കോടി നഴ്സുമാരിലേക്കും, ഇപ്പോൾ ഇവിടെ ആരാധനയിലായിരിക്കുന്ന എല്ലാവരിലേക്കും അങ്ങ് ഒഴുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ യാചന നൽകണമേ. കർത്താവേ യാചന നൽകണമേ. എൻ്റെ നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ നിന്ദിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതുമായ ഏതൊരു സാഹചര്യത്തിലും വളരെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലൂക്ക 23:32 പറയുന്നു: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ പകരം നിന്ദിക്കുവാനോ കുറ്റം ചുമത്തുവാനോ, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തുവാനോ അല്ല അവിടുന്ന് തുനിഞ്ഞത്. മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നീതിയോടെ വിധിക്കുന്നവനായ പിതാവായ ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും നിന്ദിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും മാനസികവും ശാരീരികവുമായി തളർന്നു പോകുന്നതുമായ എത്രയോ നിമിഷങ്ങളുണ്ടാകുന്നു. അപ്പോഴെല്ലാം അവരോട് ക്ഷമിച്ചുകൊണ്ട് അങ്ങയെപ്പോലെ ശത്രുക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളെ അങ്ങയുടെ പീഡാനുഭവത്തോട് ചേർത്തുകൊണ്ട് പിതാവായ ദൈവത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ക്ഷമിക്കുന്ന സ്നേഹത്താൽ ഞങ്ങളെ ശത്രുക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുള്ള മനസ്സാന്നിധ്യവും കഴിവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.
1 പത്രോസ് 4:19 ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തയോടെ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഫലമേൽപ്പിക്കട്ടെ. കർത്താവായ യേശുവേ, ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിനെ അതിനായി ഞങ്ങൾ ഒരുക്കുന്നു. ഞങ്ങളുടെ ജോലിസ്ഥലത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പലതരത്തിലും വിധത്തിലും സഹിക്കേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവഹിതമായി കരുതുവാനും സൃഷ്ടാവിൻ്റെ മകനും മകളും എന്ന രീതിയിൽ സഹിക്കേണ്ടി വരുമ്പോൾ ലജ്ജിക്കാതെ അഭിമാനത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള കൃപ തരയണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വേദനകളിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ ആകുലതകളിലേക്ക്, ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയിലേക്ക്, ഞങ്ങളുടെ കുടുംബസമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക്, ഞങ്ങളുടെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ഞങ്ങളുടെ മക്കളില്ല എന്നുള്ള വേദനയിലേക്ക്, ജീവിത പങ്കാളിയെയും മക്കളെയും കുറിച്ചുള്ള ആകുലതകളിലേക്ക് കർത്താവായ യേശുവേ ഈ നിമിഷം കടന്നു വന്ന് സഹിക്കുന്ന വ്യക്തികളാക്കി മാറ്റിക്കൊണ്ട് നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നന്മ ചെയ്ത് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന സഹനങ്ങളും വേദനകളും എന്തു തന്നെയായാലും എല്ലാം അങ്ങയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഏതൊരവസ്ഥയിലായിരുന്നാലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നീശോയെ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളും സഹനങ്ങളും സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുമെന്ന് അരുളി ചെയ്ത കാരുണ്യവാനായ ഈശോയെ, പരസ്പരം പെറുപെറുക്കാതെ പഴിചാരാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാം വചനം ഇപ്രകാരം പറയുന്നു: എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. സ്നേഹം ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നവരെയും നേഴ്സിംഗ് പഠിച്ചിട്ട് പലവിധ രോഗങ്ങളാലും മറ്റു പലവിധ ബുദ്ധിമുട്ടുകളാലും ഇപ്പോൾ ജോലി ചെയ്യാത്തവരെയും റിട്ടയറായി കടന്നുപോയവരെയും ഇപ്പോൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ പലവിധ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട് ഞങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ദനം അനുഭവിക്കുന്ന ഓരോ മക്കളെയും, പ്രത്യേകിച്ച് മേലധികാരികളിൽ നിന്നും സഹപാഠികളിൽ നിന്നും പേഷ്യൻസിൽ നിന്നും അവരുടെ ബന്ധുമിത്രാദികളിൽ നിന്നും നിന്ദനം അനുഭവിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ തിരുരക്തത്തിൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ
വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഇന്നിവിടെ പ്രാർത്ഥിച്ച ഒരപേക്ഷ പോലും ഉത്തരം ലഭിക്കാതെ പോവുകയില്ല. പ്രിയപ്പെട്ട നഴ്സസ്, നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും എത്രമാത്രം വേദനകളിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി 365 ദിവസവും 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ നഴ്സസ് മിനിസ്ട്രി നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ വേദനകൾ സന്തോഷമായി മാറും. നമ്മുടെ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവനിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നേറുക. ഒരു നാളും അവൻ നിന്നെ തകരാൻ അനുവദിക്കുകയില്ല. നമ്മിലൂടെ ഈ രക്ഷ ലോകമെമ്പാടും ഒഴുകട്ടെ. അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാകട്ടെ. അതിനായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഓരോ വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.